ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച രാവിലത്തെ ഒരു കുഞ്ഞു വ്ലോഗാട്ടോ. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്, കാരണം മക്കൾക്ക് ക്ലാസ്സില്ല. പിന്നെ രാവിലെ 7 മണിക്കാണ് മദ്രസ ഉള്ളത്. അങ്ങനെ ഇതാ എണീറ്റ് വന്ന് ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കും, കാരണം നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ. ഞങ്ങൾ ഈ ഹൈ റേഞ്ചിൻ്റെ കവാടം പറയുന്നത്. അതെവിടെയാണെന്ന് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നല്ല തണുപ്പാണ്, ഒരു 10 മണി വരെ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ എണീറ്റ് വന്ന് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് പിന്നെ ചെടിയൊക്കെ ഒന്ന് നനച്ച്, മക്കൾ രണ്ടാളും രാവിലെ തന്നെ 7 മണിക്ക് പോവും. പിന്നെ അവർ 10 മണിക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോഴാണ് പിന്നെ മോളെയും കൊണ്ട് പോകുന്നത്. ഇവർക്കിവിടെ 12 മണി വരെ മദ്രസ ഉണ്ടാവും കേട്ടോ, ശനിയും ഞായറും. അങ്ങനെ ഇതാ ചെടി നനയ്ക്കൽ കഴിഞ്ഞ് തുണി കഴുകാനുള്ളതൊക്കെ രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് രണ്ടാമതൊന്ന് വെള്ളം തിരിച്ചിട്ട് കഴുകി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലോട്ട് കയറിയത്. കാരണം ഇന്ന് കപ്പയും മീൻകറിയും മതിയെന്ന് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ കപ്പയൊക്കെ ഇന്നലെ പകുതി വേവാക്കിയാൽ വെച്ചിട്ടുണ്ടായിരുന്നു. മീൻകറി തലേ ദിവസം രാത്രി ഇവരൊക്കെ കിടന്ന് കഴിഞ്ഞിട്ട് വേഗം അതും ഉണ്ടാക്കി വെച്ചു. കാരണം മീൻകറിയൊക്കെ നമ്മൾ തലേ ദിവസം വെച്ചത് പിന്നെ പിറ്റത്തെ ദിവസം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് കപ്പയുടെയൊക്കെ കൂടെ. അപ്പോൾ ഞാൻ കരുതി മീൻ ഫ്രൈ ഒക്കെ ആക്കി വെക്കാം, എന്നാൽ പിന്നെ നാളെ ഇപ്പോൾ പ്രത്യേകിച്ച് പണിയില്ലല്ലോ എന്ന് വിചാരിച്ചൊക്കെ ഇന്നലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതാ മോളെ എണീപ്പിച്ച പാടെ യൂട്യൂബ് എടുത്ത് കാണാനുണ്ട്. ഞാൻ ഫോൺ വാങ്ങിച്ച് വെച്ച് അവളെ എണീപ്പിച്ച് കൊണ്ടുവന്ന് പല്ല് ഏൽപ്പിച്ചപ്പോഴേക്കും അവർ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ അവർക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചു. രാവിലെ തല നനപ്പിച്ച് കുളിപ്പിക്കില്ല, കാരണം നല്ല തണുപ്പാണ് അത്യാവശ്യം ഇവിടെ. പിന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ടുള്ള ജലദോഷവും ഒക്കെ 3 ആൾക്കും ഉണ്ട്. അപ്പോൾ രാവിലെ മേലെ ഒഴിച്ചു കൊടുത്തു. പിന്നെ അവർക്കുള്ള ഫുഡ് എടുത്ത് വെച്ചു കേട്ടോ. ഈ ഫുഡ് എടുത്ത് കൊടുക്കുമ്പോൾ ഇവരിവിടെ കിടന്ന് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് മദ്രസയിൽ പോകുമ്പോൾ മിഠായി വാങ്ങാൻ പൈസ വേണം, എനിക്ക് ഇത്ര വേണം, എനിക്ക് അത്ര വേണം എന്നുള്ള തർക്കാട്ടോ. 3 ആളും കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, നല്ല വഴക്കാണ്. പൊതുവേ പറയാറുണ്ട്, നമ്മളെ ഹസ്ബൻഡ്മാരാണെങ്കിലും അല്ല ഫാമിലിയിലുള്ളവരാണെങ്കിലും പറയാറുണ്ട്, നിങ്ങൾക്ക് എന്താ പ്രത്യേകിച്ച് പണിയുള്ളത്, മക്കളെ നോക്കി ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാം കഴിഞ്ഞില്ലേ എന്ന് സിമ്പിളായിട്ട് പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ നമ്മളിടുന്ന എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവില്ല അല്ലേ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത്, എൻ്റെ ചെറുപ്പകാലത്തൊന്നുള്ള പോലെ ആവരുത് എൻ്റെ മക്കളത്. അവർക്കെല്ലാം കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഉമ്മ ആവണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അത്. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അവൾ പർദ്ദ ഇടിച്ച് മഫ്തൊക്കെ ഇടിച്ച് അതിനുള്ള കുറച്ച് പണിയാണ്, കാരണം മദ്രസയിൽ പോകാൻ കുറച്ച് മടിയുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പോവില്ല എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം തന്നെ എണീറ്റ് വരാറ്. പിന്നെ നമ്മൾ സോപ്പിട്ട് കുറച്ച് നേരം എടുത്ത് കൊടുന്ന് ഊഞ്ഞാലിൽ പോയിരുന്ന ആടി ഇങ്ങനെയൊന്ന് ആളൊന്ന് മയക്കി കൊടുന്ന് എടുക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പറച്ചിൽ പൊതുവേ ഉണ്ടല്ലേ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വീട്ടിലിടുന്ന എഫേർട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു പകുതി പോലും ഈ പറയുന്നവരൊന്നും ഒരു ദിവസം അവരെ കയ്യിലോട്ട് കൊടുത്താൽ അവർക്ക് പറ്റൂല എന്നുള്ളതാണ്. പിന്നെ അവളെ ഡ്രസ്സ് മാറിച്ച് കഴിഞ്ഞാൽ എൻ്റെ പകുതി പണി കഴിഞ്ഞു എന്നുള്ള പോലെയാണ്. അങ്ങനെ അവരെ പറഞ്ഞു വിട്ടു. ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കരഞ്ഞുകൊണ്ടാണ് പോവല്. സാധാരണ അങ്ങനെ തന്നെയാണ്, ആ മടിയുള്ളത് കൊണ്ട് കുറച്ചൊന്ന് ചിണങ്ങിയിട്ടൊക്കെ പോവുള്ളൂ. പിന്നെ അവർ പോയി കഴിഞ്ഞ് ബെഡും ബെഡ്ഷീറ്റും അവർ കിടക്കുന്ന റൂമും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കണം. വെറുതെയാണ്, കാരണം വന്നു കഴിഞ്ഞാൽ കുറേ പേപ്പറൊക്കെ വെട്ടിയിട്ട് വീണ്ടും അതുപോലെ മെസ്സിയാക്കിയിടും. എന്നിട്ട് വീണ്ടും നമ്മളത് ക്ലീൻ ചെയ്യണം. പിന്നെ കുറേയൊക്കെ ഞാൻ അവരെ കൊണ്ട് ചെയ്യിക്കും, കാരണം ഇൻഡിപെൻഡൻ്റ് ആവണമല്ലോ. എന്തൊരു കാര്യവും നമ്മൾ അവരെ ചെറുപ്പം മുതൽ പഠിപ്പിച്ച് കൊടുക്കണം എന്നുള്ളതാണ്. നാളെ ഒരു സമയത്ത് നമ്മൾ അവരുടെ കൂടെ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നുള്ളതാണ്. അവർക്ക് പറ്റണം, അവരുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ അവർക്ക് പറ്റണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ജോലി ചെയ്യുന്നു അതിൻ്റെയൊക്കെ കുറച്ച് ഞാൻ അവരെ കൊണ്ട് ഇപ്പോൾ ചെയ്യിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം കുറച്ച് മടിയുണ്ടായിരുന്നു ആദ്യമൊക്കെ, ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനിത് ശീലിപ്പിച്ചെടുക്കാറുണ്ട്. അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടോ. പിന്നെ അങ്ങനെ ഇപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു ഇതൊക്കെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി കിച്ചണിൽ പോയിട്ട് ചോറിനുള്ളത് കാര്യങ്ങൾ നോക്കണം, കാരണം അത് ബാക്കിയൊക്കെ ഞാൻ തലേ ദിവസം ആക്കിയത് കൊണ്ട് ഞാൻ കരുതി ഓക്കെ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും അരി ഇട്ടാൽ മതി, കാരണം അവർ വരുമ്പോൾ 12 മണി ആവുമല്ലോ. പിന്നെ ആളൊക്കെ കിടക്കുന്ന കോലാണ്. എല്ലാം TV കാണുമ്പോൾ കൊണ്ടുവന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കൽ പഠിക്കൽ എല്ലാം ഇവിടെ വന്നിട്ടാണ്. ആ കലമ്പാക്കിയിടും. പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് എന്താ പറയുക, ഒന്ന് ഓക്കെ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഞാനാണെങ്കിൽ പിന്നെ എനിക്ക് ജോലി എടുക്കാൻ തുടങ്ങിയാൽ ഒറ്റയടിക്ക് എല്ലാം തീർക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ മടി പിടിച്ച് അങ്ങനെ അവിടെ ഇരിക്കും. അപ്പോൾ ഞാൻ വേഗം ഇവർ വരുന്നതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ ഒന്ന് തീർത്ത് വെച്ചാൽ ഒരു ആശ്വാസമാണല്ലോ എന്ന് വിചാരിച്ച് ആദ്യം അതൊക്കെ തീർത്ത് വെക്കേ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചവരെയുള്ള പണിയുള്ളൂ, കാരണം പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ധൃതി പിടിച്ച് ചെയ്യാനും നിൽക്കാറില്ല. പിന്നെ ഈ വീഡിയോസൊക്കെ ഇടുന്നവർ, ഞാൻ ഓരോ വീഡിയോ കാണുമ്പോഴും വിചാരിക്കാറുണ്ടോ എന്ത് സിമ്പിളാണ് വ്ലോഗ് എടുക്കൽ, എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹമുള്ളതാണ്.
പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇവിടെ ഇടുന്ന എഫേർട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് ഒരു ചെറിയ വീഡിയോ എടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഒറ്റക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. ക്യാമറയുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കണം, എന്നിട്ട് പിന്നെ അവിടെ നിന്ന് മാറ്റി അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ അവിടെ സെറ്റ് ചെയ്യണം. അയ്യോ, ഇത് ഇത്രയും ഡിഫിക്കൽട്ടാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായത് കേട്ടോ. പിന്നെ എഡിറ്റിംഗ് ആണെങ്കിലും ഒക്കെ. അങ്ങനെ ഇതാ ഉച്ചത്തേക്കുള്ള ചോറിനുള്ള വെള്ളം വെച്ച് അരിയിട്ട് ഒരുമിച്ചാണ്, അരിയും വെള്ളവും കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ വേവാനും എളുപ്പമുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞൊരു ഇരുത്തണ്ട് വന്നിട്ട് എനിക്ക് രാവിലെ ഒരു ഗ്ലാസ് നല്ല തണുത്ത വെള്ളം വേണം, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചിട്ട് കുറച്ച് നേരം ഫോണൊക്കെ നോക്കി അങ്ങനെ ഇരുന്നിട്ട് വെറുതെ ഇരുന്നു. അത്രയൊക്കെ ഉള്ളൂ ഇന്നിപ്പോൾ രാവിലത്തെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബായ്, അടുത്ത വീഡിയോയിൽ കാണാം.